എടാ 6 മാർക്കിന്റെ എസ് എ നിങ്ങൾക്ക് എല്ലാവരും എസ് എ ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ എസ് എ നിങ്ങൾ ചൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. മെജോറിറ്റി ആളുകളും ഒന്നാം ചാപ്റ്റർ അല്ലെങ്കിൽ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് ചോദിക്കുന്ന റവല്യൂഷൻസ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ എസ് എ നമുക്ക് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എസ് എനെ എങ്ങനെ എഴുതണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പല ആളുകളും ചോദിക്കുന്നത് സാറേ പോയിന്റ് ആക്കി എഴുതണം അല്ലെങ്കിൽ വേറെ പാരഗ്രാഫ് രീതിയിലാണ് എസ് എഴുതേണ്ടത്, എങ്ങനെയാണ് എസ് എഴുതുന്നത്, പോയിന്റ് ആക്കി എഴുതിയാൽ മാർക്ക് കുറയുന്നതൊക്കെ പലർക്കും സംശയമുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യും, നമ്മളിന്ന് ക്ലിയർ ചെയ്യും. ആദ്യം നമുക്ക് എസ് എ എങ്ങനെ പഠിക്കാം, ഏത് എസ് എ ആയിരിക്കും ചോദിക്കുക. ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചൈനീസ് റവല്യൂഷൻ ചോദിച്ചു, ഇനി ക്രിസ്മസ് എക്സാമിന് ചൈനീസ് റവല്യൂഷൻ ചോദിക്കില്ലല്ലോ സാറേ എന്ന് കരുതി ഇരിക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് എക്സാമിന് ചൈനീസ് റവല്യൂഷൻ ചോദിച്ചുകൊണ്ട് ഈ എക്സാമിന് ഏതാണ് ചോദിക്കാം, പ്രൊഡിക്ഷനും അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എല്ലാ റവല്യൂഷനെയും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ നിങ്ങൾ ഓരോ പോയിന്റ് ആക്കി നിങ്ങൾ ഇതിനെ മാറ്റണം. എങ്ങനെയാണ് അതിനെ പോയിന്റ് ആക്കി മാറ്റുക നോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്ക് നിങ്ങൾ. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് പോയിന്റ് ആക്കി 1, 2, 3, 4, 5, അതായത് 5 ഇവന്റ് ആക്കി ഞാൻ ചുരുക്കി. അതായത് ഈ ഇവന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് ഇതിനെ എനിക്ക് റീകോൾ ചെയ്യാൻ സാധിക്കും അല്ലേ. പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി നിങ്ങൾ, ഒന്ന് മൈഗ്രേഷൻ ഉണ്ട്. പ്രധാനമായും അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാവാൻ കാരണം എന്താ, നമുക്കറിയാം 16-ാം നൂറ്റാണ്ടെന്ന് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച മൈഗ്രേഷൻ ഏകദേശം 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 13 കോളനികൾ അമേരിക്കർ എവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടില്ലേ. അപ്പോൾ മൈഗ്രേഷൻ ആയിരുന്നു പ്രധാന കാര്യം. ആ മൈഗ്രേഷൻ അടിസ്ഥാനത്തിൽ അവർ കോളനി എന്താക്കി അല്ലെങ്കിൽ അമേരിക്കക്കാരെ കോളനികളാക്കി മാറ്റിയ ശേഷം ആ കോളനികൾ ഇംഗ്ലണ്ടുകാർ എങ്ങനെയാണ് കണക്കാക്കിയത്, എ സെന്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ആൻഡ് എ സെന്റർ ഫോർ സെല്ലിംഗ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായും ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ആയിട്ടില്ല അവർ കണക്കാക്കിയത് അല്ലേ. അതിന് ആ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ അവർ എന്ത് കൊണ്ടുവന്നു, അവിടെ മെർക്കന്റിലിസ്റ്റ് ലോ കൊണ്ടുവന്നു, മെർക്കന്റിലിസ്റ്റ് നിയമം കൊണ്ടുവന്നു. 5 മെർക്കന്റിലിസ്റ്റ് നിയമം നിങ്ങൾ അവിടെ എഴുതി വെക്കണം. പിന്നെ നിങ്ങൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ആരാണ്, ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് അല്ലെ, ആദ്യ വൻകര അല്ലെങ്കിൽ 1-ാം വൻകര സമ്മേളനം വളരെ പ്രധാനപ്പെട്ടാണ്. 1-ാം വൻകര സമ്മേളനം എന്തായിരുന്നു, ശരിക്കും അവിടുത്തെ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് അല്ലേ, നമ്മുടെ ജോൺ ലോക്ക് പോലെ, തോമസ് വൈൻ പോലെ ചിന്തകന്മാർ എന്താണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലേ. അങ്ങനെ അവരെന്തിന് തീരുമാനിക്കാൻ, അവർ റിയാക്ട് ചെയ്യാൻ തീരുമാനിക്കാൻ, ഇവിടെ എല്ലാവരും ആ കോളനിയിലെ ജനങ്ങൾ മൊത്തം എന്ത് ചെയ്യാണ്, ആദ്യം അല്ലെങ്കിൽ 1-ാം വൻകര സമ്മേളനത്തിലേക്ക് പോകാണ്. 1-ാം വൻകര സമ്മേളനം നമുക്കറിയാം ശരിക്കും ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളും അവിടെ എന്താണ് ഒത്തൊരുമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് അവരങ്ങനെ എന്ത് ചെയ്യാണ്, അവർ ഒത്തുചേരാൻ വേണ്ടി തീരുമാനിച്ചു. അത് പക്ഷേ രാജാവ് എന്ത് ചെയ്യാണ്, അടിച്ചമർത്താൻ ചെയ്തത് അല്ലേ. പക്ഷെ അവർ പിൻവാങ്ങാൻ റെഡിയായോ, അല്ല അവർ ഒരിക്കലും തിരിച്ചു പോകാൻ റെഡിയല്ല. അവർ വീണ്ടും വരികയാണ്. അവർ സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് 2-ാം വൻകര സമ്മേളനമായിട്ട് അവർ വരികയാണ്. 2-ാം വൻകര സമ്മേളനത്തിൽ കുറേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവരെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്താ, ജോർജ് വാഷിംഗ്ടൺ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഫാമിലെ ലഘുലേഖകൾ എന്ത് പ്രഖ്യാപിക്കുകയാണ്, അമേരിക്ക ഏറ്റവും ഉചിതമായ കാര്യം ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എന്ന് പറഞ്ഞല്ലേ, എന്താണ് ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് അല്ലേ. അത് പഠിക്കുക. അത് പിന്നെ അതിനുശേഷം എന്താണ്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആര് തയ്യാറാക്കിയതാണ്, 1776 ജൂലൈ 4 അല്ലേ. ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആരാണ്, നമ്മുടെ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ തോമസ് ജെഫേഴ്സണും അവർ രണ്ടുപേരും കൂടി എഴുതി തയ്യാറാക്കിയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി യുദ്ധം ആരംഭിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്നത് 1783 അല്ലേ. 1783 എന്താണ്, പിന്നെ പാരീസ് ട്രീറ്റി പ്രകാരം അമേരിക്ക എന്ത് ചെയ്യണം, 13 കോളനികൾ എന്ത് ചെയ്യണം, സ്വതന്ത്രമാക്കുകയാണ്. അവസാനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്ക എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുക. ഇത്രയുമാണ് ശരിക്കും അമേരിക്കൻ റവല്യൂഷൻ. ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തരുന്നല്ലോ. ഇതേപോലൊരു കഥ പോലെ ഇവൻറ്റ്സ് പോലെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് ലാബറേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം. ഈ രീതിയിലേക്ക് നിങ്ങൾ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിതിലെ എത്തിച്ചല്ലോ. ഇതുപോലെ നോക്കി, ബാക്കിയുള്ളത് നോക്കി നിങ്ങൾ. ബാക്കിയുള്ളത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് സൊസൈറ്റി സോഷ്യൽ ഇനീക്വൽ അല്ലേ. ഫ്രഞ്ച് സമൂഹത്തിൻ്റെ സാമൂഹിക അസമത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി നമ്മൾ ക്ലാസിഫൈ എങ്ങനെയൊക്കെയാണ്, എസ്റ്റേറ്റ് 1, എസ്റ്റേറ്റ് 2, എസ്റ്റേറ്റ് 3 നമ്മൾ ഡിവൈഡ് ചെയ്തു. പിന്നെ റോൾ ഓഫ് ഐഡിയോളജീസ് എന്താണ്, പ്രത്യക്ഷ നിങ്ങൾ ഈ പറയുമ്പോൾ തിങ്കേഴ്സ്, ആരൊക്കെയാണ് തിങ്കേഴ്സ്, MVR എന്ന് പഠിച്ചു വെച്ചാൽ MVR എന്ന് പറഞ്ഞാൽ മോണ്ടസ്ക്യൂ, വോൾട്ടർ, റൂസോ. ആ 3 പേരുടെയും എന്താണ് കോട്ട്സും കാര്യങ്ങളും നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് പ്രധാനമായും ഫ്രാൻസിൽ വലിയൊരു സാമ്പത്തിക അസമത്വം ഉണ്ടാവും. എന്താണ് ഒരു സാമ്പത്തിക അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്രഷൻ സംഭവിക്കുക, ഒരു സാമ്പത്തിക പ്രതിസന്ധി സംഭവിക്കുക. എന്താണ് പ്രതിസന്ധി സംഭവിക്കാൻ കാരണം അവിടെ നിരന്തരമായുള്ള വാറ്, അവിടുത്തെ വരൾച്ച അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ, ഇതെല്ലാം കൂടി അവിടെ വലിയൊരു കടബാധ്യതയിലേക്ക് ഫ്രാൻസിനെ കൊണ്ടെത്തിക്കുക. അങ്ങനെ അവരൊന്ന് തീരുമാനിക്കുക, ഒരു പുതിയ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. ആരാ തീരുമാനിച്ചത്, ഗവൺമെൻറ് തീരുമാനിക്കുക. അതിനുവേണ്ടി അവരെന്ത് വിളിച്ചു ചേർക്കുകയാണ്, അവർ എക്സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്താണ്. 1-ാം എസ്റ്റേറ്റും 2-ാം എസ്റ്റേറ്റും 3-ാം എസ്റ്റേറ്റും ഓരോ വോട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 3-ാം എസ്റ്റേറ്റുകൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ ഇത് അനുവദിക്കില്ല, ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വോട്ടിംഗ് വേണം, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, അവർ ആ ഒരു സംവിധാനത്തിലേക്ക് എന്ത് ചെയ്യണം, അവർ ആ ഒരു ഡിസ്കഷൻ, ആ ഒരു തർക്കം
സ്റ്റാർട്ട് ചെയ്തു. ആ തർക്കത്തിന് സമയത്ത് അവരെന്ത് ചെയ്യാണ്, മൂന്നാം എസ്റ്റേറ്റിലെ ആളുകൾ ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി, ഞങ്ങളാണ് നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ട് പോകുന്നു, അവിടെ ഒരു ഒത്തെടുക്കുന്നു. ഫ്രാൻസിന് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഒരു ഭരണഘടന തയ്യാറാക്കുന്നവർ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നവർ പറയുന്നു. അതാണ് ശരിക്കും എന്താ ഫ്രഞ്ച് റവല്യൂഷന് തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അവർ ബാസ്റ്റിൻ പ്രിസൺ തകർത്തിട്ട് ആ ഒരു ഇവന്റിലേക്ക് അവർ കിടക്കാം അല്ലേ. പിന്നെ ബാക്കി വരുന്ന ഓരോ ഇവന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിന്റ് ആക്കി പറയുന്നുണ്ടല്ലോ, അതും കൂടി നോട്ട് ചെയ്ത് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ സെറ്റായി. ഈ ഒരു രീതിയിലേക്ക് ഇതിനെ ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾ എത്തിക്കാനുള്ളതാണ്, ഇവന്റിനെ ഏറ്റവും ഈസിയാക്കി നിങ്ങൾ മനസ്സിലാക്കാനാണ് പ്രാധാന്യം. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതും ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ബാക്കിയുള്ള പിന്നെ അടുത്താണത് നമ്മുടെ പ്രധാനപ്പെട്ട റഷ്യൻ റവല്യൂഷൻ. ഈ തവണ വേണമെങ്കിൽ എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്കാണ് റഷ്യൻ റവല്യൂഷൻ. നോക്ക് നിങ്ങൾ, ഒന്ന് പ്രധാനമായി ഇതിൻ്റെ സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ് നടത്തിയ റവല്യൂഷൻ ആണല്ലോ. അവിടെ വർക്കേഴ്സിൻ്റെ അവസ്ഥ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ വർക്കേഴ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു, വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ സാർ ചക്രവർത്തിമാരുടെ റൂളിന് അണ്ടറിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറവായിരുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറവായിരുന്നു. അങ്ങനെ വർക്കേഴ്സിൻ്റെ ലൈഫ് ആകെ ഒരു വളരെയധികം പരിതാപകരമായിരുന്നു അല്ലേ. പിന്നെ നമുക്കറിയാം തിങ്കേഴ്സ്, ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് അല്ലേ. ആരൊക്കെയാണ്, ഫെഡറൽ ആംഗിൾസിൻ്റെ കാൾ മാക്സ് ഉണ്ട്, അതിൽ മാക്സിം ഗോർക്കിയെ പോലത്തെ എഴുത്തുകാർ, ടോൾസ്റ്റോയ്, അങ്ങനെ ഒരുപാട് ആളുകൾ വർക്കേഴ്സിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പല എഴുത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലേ. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് വർക്കേഴ്സിൻ്റെ പ്രയാസങ്ങൾ മാറെങ്കിൽ അവിടെ നിന്ന് ഫോം ചെയ്യണം ഒരു വർക്കേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കണം. അങ്ങനെ ഒരു തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിച്ചല്ലോ, വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചതാണ് വർക്കേഴ്സ് പാർട്ടി, ആ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കുക. പക്ഷേ അത് പിന്നീട് എന്ത് ചെയ്യണം, വർക്കേഴ്സ് പാർട്ടി രണ്ടായി തിരിയുക അല്ലേ. മെൻഷെവിക്കും ബോൾഷെവിക്കും ആണ്. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ ആരാണ്, മൈനോറിറ്റി ആയിരുന്നു, ബോൾഷെവിക് അടുത്ത മെജോറിറ്റി ആയിരുന്നു അല്ലേ. ബോൾഷെവിക്കിന്റെ നേതാവായിരുന്നു ലെനിന്, മെൻഷെവിക്കിന്റെ നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. ആ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ അത്രയും കാര്യമാണ് അതിൻ്റെ ഒരു ബേസ്. പിന്നെ ഓരോ ഇവൻറ്റ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 യുദ്ധമാണ് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത്. ഒരു യുദ്ധം, അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു, വീണ്ടും ഒരു യുദ്ധം നടക്കുന്നു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അനന്തരഫലം എന്തായിരുന്നു. ഇത് രണ്ടും പഠിച്ചതിന് റഷ്യൻ റവല്യൂഷൻ പഠിച്ചു. അതിലേറ്റവും ആദ്യത്താണ് 1905 നടന്ന ജപ്പാനും ആയുള്ള യുദ്ധം അല്ലേ. ആ ജപ്പാനുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു നമ്മുടെ റഷ്യക്ക് വലിയ പരാജയം ഏൽക്കുകയും ആ റഷ്യയിലെ ആളുകൾ എന്താണ് പൊളിറ്റിക്കൽ റൈറ്റിനും എക്കണോമിക് റിഫോംസിനും വേണ്ടിയിട്ട് പെട്രോഗ്രാഡിലേക്ക് ഒരു മാർച്ച് നടത്താൻ. ആ മാർച്ചിന് എന്ത് ചെയ്യാണ്, പോലീസുകാർ അടിച്ചമർത്തുകയാണ്, 100ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെടുകയാണ്. ആ ഇവൻ്റാണ് എന്ത് അറിയപ്പെടുന്നത് ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലേ. അപ്പോൾ 1905 യുദ്ധത്തിൻ്റെ ഒരു അനന്തരഫലമാണ്. വീണ്ടും ഈ ഒരു ഇവന്റിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ദ്യൂമ എന്ന് പറയുന്ന ഒരു സോവിയറ്റ് എന്ന് പറയുന്ന ഒരുപാട് വർക്കേഴ്സ് യൂണിയൻ ഫോം ചെയ്യുകയാണ് ഇതിന് സമരം ശക്തമാക്കാൻ വേണ്ടി അല്ലേ. ആ സമയത്താണ് പിന്നെ 1914 ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നിക്കോളസ് രണ്ടാമൻ റഷ്യ വീണ്ടും എവിടെ പങ്കെടുപ്പിക്കുകയാണ്, ഫസ്റ്റ് വേൾഡ് വാർ പങ്കെടുപ്പിക്കുകയാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഏൽക്കേണ്ടി വന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വന്ന രാജ്യം ഏതായിരുന്നു, നമ്മുടെ ഫ്രാൻസ് ആയിരുന്നു. അങ്ങനെ ഫ്രാൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ റഷ്യ ആയിരുന്നു. അങ്ങനെ വീണ്ടും റഷ്യയിൽ ശരിക്കും 1917 ആകുമ്പോഴേക്കും റഷ്യയിൽ ഫുഡ് ഷോർട്ടേജ്, ഷോർട്ടേജ് വന്നു. വീണ്ടും ഒരുപാട് സ്ത്രീകളടക്കമുള്ള ആളുകൾ എവിടേക്ക്, പെട്രോഗ്രാഡിലേക്ക് ഒരു മാർച്ച് നടത്താം അല്ലേ. ആ മാർച്ച് ശരിക്കും ആ മാർച്ച് വലിയ രീതിയിൽ ജനപിന്തുണ നേടാൻ സാധിക്കുകയും പട്ടാളക്കാരും അവിടുത്തെ തൊഴിലാളികളും എല്ലാവരും ആ മാർച്ചിനെ കൂടെ ചേരുകയും ആ മാർച്ച് അവസാനം പെട്രോഗ്രാഡിലെ നിക്കോളസ് രണ്ടാമൻ്റെ അധികാര കേന്ദ്രം പിടിച്ചടക്കി അല്ലേ. ആ നിക്കോളസ് രണ്ടാമൻ അവിടെ നിന്ന് ഒഴിവാക്കുകയും അതെന്തിലേക്ക് ലീഡ് ചെയ്തു, അത് ഫെബ്രുവരി റവല്യൂഷൻ ലീഡ് ചെയ്തു. അപ്പോൾ ഇതെന്തിലേക്ക് ലീഡ് ചെയ്തു, ഫെബ്രുവരി റവല്യൂഷൻ ലീഡ് ചെയ്തു അല്ലേ. ഫെബ്രുവരി റവല്യൂഷൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ അധികാരം ആരുടെ കയ്യിലേക്ക് എത്തിയത്, മെൻഷെവിക് ലീഡറിൻ്റെ കയ്യിലേക്ക് എത്തി. മെൻഷെവിക് ലീഡറിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്, അലക്സാണ്ടർ കെറൻസ്കിയുടെ കയ്യിലേക്ക് എത്തുക അല്ലേ. എന്നാൽ അലക്സാണ്ടർ കെറൻസ്കിയുടെ കയ്യിൽ നിന്നും ബോൾഷെവിക് നേതാവായ ലെനിൻ്റെ കയ്യിലേക്ക് എന്തെത്താണ്, റഷ്യ അധികാരം എത്താനതിലൂടെ ഒക്ടോബർ റവല്യൂഷനിലൂടെ അതോടുകൂടി റഷ്യ എന്തായി, റഷ്യൻ റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്തത് അല്ലേ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലേക്ക് ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, പഠിക്കാൻ വേണ്ടി സാധിക്കും. ബാക്കി ഇവൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. റെഡി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ അമേരിക്കൻ ഏതാണ്, ചൈനീസ് റവല്യൂഷൻ അല്ലെ. ചൈനീസ് റവല്യൂഷൻ നമ്മൾ പറയാം, അല്ലെങ്കിൽ ഇത് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചൊരു കാര്യം കൂടി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇനി അടുത്തൊരു നിങ്ങളുടെ സംശയമാണ്, സാറേ പോയിന്റ് ആക്കിയിട്ടാണോ എഴുതേണ്ടത് അല്ലെങ്കിൽ ഞാനിതിനെ പാരഗ്രാഫ് ആക്കിയിട്ടാണോ എഴുതേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു ആൻസർ കീ ഉണ്ടാവുമല്ലോ. നമ്മൾ പരീക്ഷ നോക്കുമ്പോൾ ഒരു ആൻസർ കീയിൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്, ആൻസർ കീയിൽ ആ ഒരു ഇപ്പം ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് ചൈനീസ് റവല്യൂഷൻ. ഇതിൻ്റെ ആൻസർ നോക്കി നിങ്ങൾ എങ്ങനെ എഴുതിയെന്നുള്ളത്. ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ഡോക്ടർ സയാങ്സൻ അല്ലേ. അപ്പോൾ ഡോക്ടർ സയാങ്സന്റെ ഭാഗം ആദ്യം ഡോക്ടർ സയാങ്സന്റെ ഹെഡിങ് എഴുതുന്നു. സയാങ്സനും അദ്ദേഹത്തിന് കുമിന്താങ് പാർട്ടിയുടെ റോള് ആദ്യം അങ്ങ് എഴുതും അല്ലേ. സയാങ്സൻ കുമിന്താങ് പാർട്ടി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഫോർമേഷൻ ആ കാര്യങ്ങൾ അടുത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ നോക്കുന്ന കാര്യം നോക്കി, നിങ്ങൾ ആദ്യം ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. ആ ഹെഡിങ്ങിന് താഴെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പോയിന്റ് ആക്കി. അപ്പോൾ ആ രീതിയിലേക്ക് ഇവൻറ്റ്സ് നിങ്ങൾക്ക് എഴുതിയാൽ മതി. നോക്കി നിങ്ങൾ അടുത്തതാണ് ഫോർമേഷൻ ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ്. ഒരു എന്താണ് അതിനൊരു ഹെഡിങ് കൊടുക്കുന്നു. അതിൻ്റെ ഒരു ജസ്റ്റ് 1-2 വരിയിലേക്ക് അതെന്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം എഴുതുന്നു. മാവോ സേതുങ്ങിനെ പറ്റി എഴുതുന്നു. മാവോ സേതുങ്ങിൻ്റെ ആ ഒരു
മാവോ സേതുവിൻ്റെ ഇവൻറ്റ്സ് വളരെ പോയിന്റ് ആക്കി എഴുതുന്നത്, ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും ഇതിൽ അത് ഞാൻ കാണുന്നില്ല, ശരിക്കും ഇത് നിങ്ങൾ ശരിക്കും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, ചൈനീസ് റവല്യൂഷൻ എന്താണെന്നുള്ളത് ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ ആദ്യം ഒരു തുടക്കം പോലെ എഴുതിയിരിക്കും. ഇത് എസ്സേ അല്ല, അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഇല്ലേ, ആ രീതിയിലേക്ക് നിങ്ങൾ മാറ്റാം. പിന്നെ ഇതേപോലെ ഓരോ ഇവൻറ്റ്സും എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എഴുതാനും സാധിക്കും, നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യില്ല, ആരും കുറയ്ക്കെത്തുമില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ എസ്സേ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇന്ന് പല ആളുകൾക്കും എസ്സേ എഴുതുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ബാക്കി പോയിന്റ്സ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. റെഡിയല്ല മക്കളെ? അപ്പോൾ നന്നായി പഠിക്കുക. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എസ്സേ ഒരാൾ പോലും എസ്സേൻ്റെ ഒരു മാർക്ക് പോലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് A+ ഉറപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി പഠിക്കുക മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്.